ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിത സാക്ഷ്യം കേൾക്കുന്ന ഏവർക്കും ആത്മീയ കാഴ്ചപ്പാടും വെളിപ്പാടും ഉണ്ടാകുവാൻ ദൈവം ഏവരെയും സഹായിക്കുമെന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 3 മക്കളാണ്. ചേച്ചിയും ജ്യേഷ്ഠനും ഞാനും. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ അച്ഛനൊരു ഹാർട്ട് രോഗിയും വാൽവിന് തകരാറും മറ്റു രോഗങ്ങളാലും ഭാരപ്പെടുകയായിരുന്നു. കൂടാതെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ CSI പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ഒരമ്മയാണ്. എന്നാൽ ആത്മാവില്ലാത്ത ഒരു ആരാധനയായിരുന്നു അന്നത്തെ കാലത്തെ CSI ചർച്ചിലുള്ളത്. ഞങ്ങൾ 3 മക്കളും അമ്മയുടെ കൂടെ ചർച്ചിൽ പോകാറുണ്ട്. എന്നാൽ അച്ഛനെ ഭയന്ന് അച്ഛൻ പോകുന്നിടത്ത് ഞങ്ങൾ പോകുമായിരുന്നു. അച്ഛൻ സേവിക്കുന്ന ഫോട്ടോ ഉള്ള റൂമിൽ ആ കാലത്ത് കയറുവാനും അതിൽ നോക്കുവാനും ഞങ്ങൾക്ക് ഭയമാണ്. എങ്കിലും അച്ഛനെ പേടിച്ച് അച്ഛൻ ഞങ്ങളെ കൊണ്ട് ചെല്ലുന്നിടത്തൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. ഒന്നും തിരിച്ചറിയില്ലാത്ത പ്രായമായിരുന്നു അന്ന്. എന്നാൽ എൻ്റെ അമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ ദൈവ വഴിയിൽ വരുവാൻ. അതിൻ്റെ ഫലമായി ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പള്ളിയിൽ ആരാധന കഴിഞ്ഞ് അമ്മയും ഞങ്ങൾ 3 മക്കളും വീട്ടിൽ കയറി വന്നു. അപ്പോൾ അച്ഛൻ വിഗ്രഹങ്ങളുടെ ഫോട്ടോ എല്ലാം കൂടി കത്തിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ അച്ഛനും CSI പാരമ്പര്യത്തിൽ വന്നു. മദ്യപാനം നിർത്തി, ഞങ്ങൾ ആവശ്യമില്ലാതെ തല്ലുന്നതൊക്കെ നിർത്തി. ഞാൻ 10ൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ച് 2 വർഷമായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മാനസിക രോഗം വന്നു. എൻ്റെ സഹോദരി കുടുംബമായി വിവാഹം കഴിഞ്ഞ് മാറി താമസിച്ചു. എൻ്റെ സഹോദരൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചിട്ട് അഭിഷേകം പ്രാപിച്ച് ജീവിക്കുകയും പിന്നെ കൂട്ടുകൂടി ലോകപരമായി മദ്യപാനം കൂത്തിലാകപ്പെട്ട് ഒരു മാനസിക രോഗിയായി മാറി. ദൈവം ഒരുപാട് തവണ സൗഖ്യം കൊടുത്തു. എന്നാൽ സൗഖ്യം കൊടുക്കുന്ന കുറച്ച് ദിവസം ദൈവത്തെ ആരാധിക്കും, പിന്നെ വീണ്ടും മദ്യപാനം, ദൈവത്തെ മറക്കുമ്പോൾ വീണ്ടും രോഗം, അങ്ങനെ തുടരുകയാണ്. ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന് എനിക്ക് കഷ്ടവും ദാരിദ്ര്യവും കണ്ണുനീരും എല്ലാം കുഞ്ഞുനാൾ മുതൽ അനുഭവിച്ചറിഞ്ഞു. ഞാൻ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ അനുജത്തി, അവർ നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുകയായിരുന്നു. അവർ സുവിശേഷ വേലായിരുന്നു അവിടെ ജോലി. അപ്പോൾ 1 വർഷം ഞാൻ അവിടെ താമസിച്ചു. എനിക്ക് അവരൊരു ടീ ഫാക്ടറി സൂപ്പർവൈസറായിട്ട് ഒരു ജോലി വാങ്ങിത്തരികയും അവിടെ പല വിവാഹാലോചനകൾ വന്നു. എൻ്റെ കുഞ്ഞമ്മയുടെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററായിരുന്നു. എന്നെ വചനത്താൽ ഉപദേശിക്കുകയും സ്നാനം എടുക്കണം എന്ന് നിർബന്ധിച്ച് പറയുകയും കുഞ്ഞമ്മയും അതുപോലെ വചനമൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് ആ വചനം ഗ്രഹിക്കുവാനുള്ള ഒരു ശേഷി അന്നില്ലായിരുന്നു. ഞാൻ CSI ചർച്ചിൽ പോയിരുന്നാലും ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നേരത്തെ കണ്ടിട്ടില്ല എങ്കിലും എന്തോ ഒരു സ്നേഹം തോന്നിയിട്ടുണ്ട്. ആ ചർച്ചിൽ ജീസസ് സിനിമ കാണിച്ചു തരും. ക്രൂശിക്കപ്പെട്ട ഭാഗം കാണുമ്പോൾ യഥാർത്ഥ സംഭവം ഒന്നും ഗ്രഹിക്കുവാനോ വചനം ഗ്രഹിക്കുവാനോ എനിക്കറിയില്ല. പക്ഷേ എന്താണെന്നറിയില്ല, കണ്ണുനീർ ഇങ്ങനെ ധാരാതെ ഒഴുകുമായിരുന്നു. കാരണമൊന്നും അറിഞ്ഞൂടെങ്കിലും കാണുമ്പോൾ ഒരു വിഷമം. അങ്ങനെ ദൈവത്തോടുള്ള ഒരു സ്നേഹമുണ്ട് എങ്കിലും എനിക്ക് സിനിമ കാണുകയും കഥകൾ വായിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ഹരമായിരുന്നു. അങ്ങനെ സ്നാനത്തിന് വേണ്ടി കൊച്ചിനും കുഞ്ഞമ്മയും നിർബന്ധിച്ചു. അവർ പറഞ്ഞു, നിനക്ക് ആഭരണം വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഊരാം. എനിക്കാണെങ്കിൽ ഹൃദയത്തിൽ വല്ലാത്ത വേദന. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ട്, ദൈവമേ ഞാൻ ഇവിടെ വെച്ച് ആഭരണം ഊരും, നാട്ടിൽ പോയി ആഭരണം ഇടും. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി